കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കടന്നാലോ? നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന വേർഡാണ് നോമൻ ക്ലേച്ചർ. ഓക്കെ, ഈ നോമൻ ക്ലേച്ചറിനകത്ത് നിന്ന് ഞാൻ ഇത്രയും മാത്രം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നോം എന്നൊരു വാക്ക് കണ്ടു. അതിൽ ഞാൻ ചെറിയൊരു വാല് വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളൊരു വാക്കായി നെയിം. നെയിം എന്ന് വെച്ചാൽ എന്താ? നെയിം ചെയ്യുന്ന പ്രോസസ്സാണ് നോമൻ ക്ലേച്ചർ. നമ്മൾ സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്? കുഞ്ഞിന് പേരിടാറുണ്ട്. കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയല്ലേ പേര് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ കെമിസ്ട്രിക്കകത്തും ഓരോ കോമ്പൗണ്ടുകൾക്കും നമ്മൾ എന്ത് കൊടുക്കണം? പേര് കൊടുക്കണം. ഓക്കെ, ഈ പേര് കൊടുക്കുന്നത് ആരാന്നറിയോ? കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷൻ്റെ പേര് IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അടുത്ത് നമ്മൾ പോകുന്നത് നമുക്കൊക്കെ പരിചയമുള്ളൊരു വാക്കിൽ നിന്നാണ് ഹൈഡ്രോ കാർബൺ. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാകും. പിന്നെ ഹൈഡ്രജനെ കൂടാതെ ആരുണ്ടാകും? കാർബൺ കൂടെ ഉണ്ടാവും. എങ്കിൽ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോ കാർബണിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് കാർബണിനും ഇടയ്ക്ക് എല്ലായ്പ്പോഴും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ്. അവിടെ എല്ലായ്പ്പോഴും ഓൾവേസ് സിംഗിൾ ബോണ്ട് ആയിരിക്കും എങ്കിൽ നമ്മൾ അവയെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻ. ഓക്കെ, എന്നാൽ എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും നമുക്ക് കാർബണിനും ഇടയിൽ ഡബിൾ ബോണ്ട് കാണാൻ കഴിഞ്ഞാൽ അവരെ വിളിക്കുന്ന പേരാണ് ആൽക്കീൻ. എന്നാൽ എവിടെയെങ്കിലും നമുക്ക് ട്രിപ്പിൾ ബോണ്ട് കാണാൻ സാധിക്കുകയാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൻ. ഇതിലെല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇതിനകത്ത് എല്ലാത്തിലും കോമൺ ആയിട്ട് ഏത് വാക്ക് കിടപ്പുണ്ട്? ആൽക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് കിടപ്പുണ്ട്. ഈ ആൽക്ക് എന്ന് പറയുന്ന വാക്ക് നമുക്കിനി പലതവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു വാക്കാണ്. ആൽക്ക് എന്നാൽ കാർബണിന്റെ ചെയിൻ. ഇത് കണ്ടോ, കാർബണിന്റെ ചെയിൻ അല്ലേ? ഒരു കാർബൺ അടുത്ത കാർബണിനെ ഒരു ബോണ്ടിലൂടെ തൊട്ടു, ആ കാർബൺ അടുത്ത കാർബണിനെ ഒരു ബോണ്ടിലൂടെ തൊട്ടു. ഇതിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് ഒരു ചെയിൻ പോലില്ലേ, ഒരു മാല പോലില്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആൽക്ക്. ആൽക്ക് എന്നാൽ കാർബണിന്റെ ഒരു ചെയിൻ. ഓക്കെ, അതിൻ്റെ കൂടെ എന്താ ചേർന്നിരിക്കുന്നത്? ANE. ഈ A എന്ന് പറയുന്നത് ആദ്യത്തെ വാക്കല്ലേ? ABCDയിലെ A ആദ്യമല്ലേ? അപ്പൊ ആദ്യത്തെ ആള് സിംഗിൾ ബോണ്ട്, ഒന്നാമത്തെ ആള് ഒരു വര. ഇനി ഈ പേരിൽ എത്ര വട്ടം ഈ വരുന്നുണ്ട്? 2 വട്ടം ഈ വരുന്നില്ലേ? അപ്പൊ അതെന്തുവാണ്? ഡബിൾ ബോണ്ട്. ഇനി Y സാധാരണ നമ്മൾ ഇങ്ങനെയല്ലേ Y എഴുതാറുള്ളത്? എത്ര വര വരച്ചിട്ടുണ്ട്? Y എഴുതിയപ്പോഴത്തേനും 3 വര വരച്ചിട്ടുണ്ട്. അപ്പൊ എത്ര വര? 3 വര, 3 ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് വരുമ്പം YNE, ഡബിൾ ബോണ്ട് വരുമ്പോൾ ENE ആൻഡ് സിംഗിൾ ബോണ്ട് വരുമ്പോൾ ANE. ഈ 3 സ്പെല്ലിങ്ങിലാണ് ഡിഫറൻസ് ഉള്ളത്. ഇനി ഇവയെ തന്നെ നമ്മൾ സാച്ചുറേറ്റഡ് എന്നും അൺസാച്ചുറേറ്റഡ് എന്നും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇതിൽ സിംഗിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ഓക്കെ, എന്നാൽ ഡബിൾ ബോണ്ടിനെയും ട്രിപ്പിൾ ബോണ്ടിനെയും കൂടെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ്. ഈ സാച്ചുറേറ്റഡ് എന്ന വാക്കിന്റെ ഫ്രണ്ടിൽ എന്ത് കൂടെ വന്നു? ഒരു അൺ കൂടെ വന്നു. ആളിച്ചിരി വലുതായി. നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ട് കട്ടിൽ പഠിക്കാം. ചെറിയ വാക്ക് ചെറിയ വര, വലിയ വാക്കിന് വലിയ വരകൾ. അതായത് അല്ല എങ്കിൽ ഇങ്ങനെ പഠിക്കാം. ഇതെന്ത് ബോണ്ടാ? ഇത് സിംഗിൾ ബോണ്ടാണ്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ എസ് അല്ലേ? അപ്പൊ സിംഗിൾ ബോണ്ടാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. അതേസമയം ഡബിൾ ബോണ്ടിനെയും ട്രിപ്പിൾ ബോണ്ടിനെയും വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ്. നമ്മൾ അടുത്ത് കിടക്കുന്നത് ഇവരുടെ ജനറൽ ഇക്വേഷനിലോട്ടാണ്. ഈ ജനറൽ ഇക്വേഷൻ നമ്മുടെ ടെക്സ്റ്റിലില്ല. നമ്മൾ ഈ ജനറൽ ഇക്വേഷൻ എവിടെ പഠിക്കുന്നുണ്ട്? കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ ഓർഗാനിക്കിൽ പഠിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2025 എക്സാമിന് നമുക്ക് ഈ ജനറൽ ഇക്വേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാർബണിന്റെ എണ്ണം എത്രയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും ഹൈഡ്രജന്റെ എണ്ണമെങ്കിൽ അത്തരം കോമ്പൗണ്ടുകളാണ് ആൽക്കീൻ. ആൽക്കീൻ എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ബോണ്ടാ? ഡബിൾ. അപ്പൊ എണ്ണവും എന്തായിരിക്കണം? ഡബിൾ ആയിരിക്കണം. ഓക്കെ, കണ്ടോ, കാർബണിന്റെ എണ്ണം 4 വന്നപ്പോൾ അതിന്റെ ഇരട്ടി ഹൈഡ്രജന്റെ എണ്ണം 8 വന്നു. കാർബണിന്റെ എണ്ണം 6 വന്നപ്പോൾ അതിന്റെ ഇരട്ടി 6ന്റെ 2 ടൈംസ് എത്രയാ? 12. അങ്ങനെയെങ്കിൽ കാർബണിന്റെ എണ്ണം N വന്നാൽ അതിന്റെ ഇരട്ടി, ഒരാളുടെ ഇരട്ടി എങ്ങനെയാ കാണേണ്ടത്? ഇരട്ടി കാണാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ കാർബണിന്റെ എണ്ണം N ആണെങ്കിൽ അതിന്റെ ഇരട്ടി എന്ന് പറയുന്നത് N × 2 അത്രയും എന്തുണ്ടായിരിക്കും? ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. ഇത് ആരുടെ ഫോർമുലയാണ്? ആരുടെ ജനറൽ ഇക്വേഷൻ ആണ്? ആൽക്കീനിന്റെ ജനറൽ ഇക്വേഷൻ ആണ്. ആൽക്കീൻ എന്ന് പറയുന്ന ആളിന്റെ ജനറൽ ഇക്വേഷൻ ആണ് CnH2n. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ താഴെ പറഞ്ഞത്. ഇതുപോലെ ആൽക്കൈൻസ് വരികയാണെങ്കിൽ കാർബണിന്റെ എണ്ണം എത്രയാണോ അതിന്റെ ഡബിളിനെക്കാളും 2 കൂടുതലായിരിക്കും. കാർബണിന്റെ എണ്ണം N ആണെങ്കിൽ അതിന്റെ ഡബിളിനെക്കാളും 2 കൂടുതലായിരിക്കും. എന്നാൽ ആൽക്കൈൻസിലോട്ട് വരുമ്പോൾ കാർബണിന്റെ എണ്ണം എത്രയാണോ അതിന്റെ ഡബിളിനെക്കാളും 2 കുറവായിരിക്കും. കാർബണിന്റെ എണ്ണത്തിനെ നമ്മൾ വേർഡ് റൂട്ട് എന്നാണ് വിളിക്കുന്നത്. കണ്ടോ, വേർഡ് റൂട്ട്. ഈ വേർഡ്, അതായത് ഓരോ കാർബണിന്റെ എണ്ണത്തിനനുസരിച്ചിട്ടും നമ്മൾ ഓരോ പേര് പറഞ്ഞ് വിളിക്കും. അതിനെ ഓരോ വേർഡ് റൂട്ട് എന്നാണ് വിളിക്കുന്നത്. കാർബണിന്റെ എണ്ണം 1 ആണെങ്കിൽ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? മെത്ത് എന്നും. കാർബണിന്റെ എണ്ണം 2 ആണെങ്കിൽ എത്ത് എന്നും. 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെന്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്റ്റ്, 9 നൺ,
10 ഡെക്ക്. ഇങ്ങനെ നമ്മൾ ഈ വിളിക്കുന്ന പേരുകളെയൊക്കെ എന്തെന്നാ വിളിക്കുന്നത്? വേർഡ് റൂട്ട്. അപ്പം നമ്മൾ ഈ വേർഡ് റൂട്ട് കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കുമ്പോൾ അതിൻ്റെ സ്പെല്ലിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ബ്യൂട്ട് എന്ന് എഴുതുമ്പോൾ നമ്മൾ ബട്ട് എന്നാണ് എഴുതുന്നത്, പക്ഷെ വായിക്കുമ്പോൾ ബ്യൂട്ട് എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, നോൺ എന്ന് എഴുതിയിട്ട് നണ്ണെന്നാ വായിക്കേണ്ട. അപ്പോൾ നമ്മൾ സ്പെല്ലിങ്, ഈ ബ്യൂട്ട് കറക്റ്റ് സ്പെല്ലിംഗ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് സ്പെല്ലിംഗ് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു 5 തവണയെങ്കിലും മൈൻഡിൽ പറഞ്ഞു പഠിക്കണം. നമ്മൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇത് പരിചയമുള്ള വേർഡുകളാണ്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നോൺ, ഡെക്ക്. ഇതിൽ കൂട്ടുകാർക്കൊക്കെ തെറ്റിപ്പോകുന്നത് മെത്തും എത്തുമാണേ. മാക്സിമം പേരും ഈ മെത്തും എത്തും എന്ത് ചെയ്യാറുണ്ട്? തെറ്റിക്കാറുണ്ട്. ഓർക്കുക, നമ്മൾ കിടക്കേന്ന് നമ്മുടെ ഒരു ഡേ തുടങ്ങുന്നത്, നമ്മുടെ ഒരു ഡേയുടെ തുടക്കം ആദ്യം എവിടെ നിന്നാ? മെത്തയിൽ നിന്നല്ലേ? നമ്മൾ മെത്തയിൽ, ബെഡിൽ നിന്നല്ലേ എഴുന്നേക്കാറുള്ളത്? മെത്തയിൽ നിന്ന്. അപ്പം മെത്താണ് തുടക്കം. മെത്ത് നമ്മൾ പഠിച്ചു. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നോൺ, ഡെക്ക്. ദെൻ അത് കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ANE. സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വാക്ക് എന്താണ്? ANE. ഡബിൾ ബോണ്ടിന് ഓർക്കേണ്ട വാക്ക് എന്താണ്? ENE. ട്രിപ്പിൾ ബോണ്ടിന് ഓർക്കേണ്ട വാക്ക് എന്താണ്? YNE. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നോമൻക്ലേച്ചറിലോട്ട് കടന്നാലോ? നോമൻക്ലേച്ചർ എന്താ? പേര് കൊടുക്കലല്ലേ? അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുക്കാം. നിങ്ങൾക്കൊരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ടെന്ന് എണ്ണി നോക്കുക. തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ട്? ഇത് 1, 2, 3, 4 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വേർഡ് റൂട്ട്? ആ 4 കാർബൺ ഉള്ളപ്പോൾ നമ്മൾ വിളിക്കേണ്ട വേർഡ് റൂട്ട് എന്താ? ബ്യൂട്ട്. ഓക്കെ, എന്താ ബ്യൂട്ടിന്റെ സ്പെല്ലിംഗ് എന്താ? BUT. ശരി, ഞാൻ എന്താ എഴുതുകയാണേ? ബ്യൂട്ടിന്റെ സ്പെല്ലിംഗ് എന്താണ്? BUT, ബ്യൂട്ട്. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിലെല്ലാം എന്ത് ബോണ്ടാണ്? സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ എന്താ ചേർക്കേണ്ടേ? സിംഗിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് ANE. ഇവിടെ നമുക്ക് ഒരു സ്പെസിഫിക് സ്ഥലം പറയാൻ പറ്റുമോ? ഇന്ന സ്ഥലത്താണ് സിംഗിൾ ബോണ്ട്, ഇന്ന സ്ഥലത്താണെന്ന്? അല്ല, ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ എല്ലായിടത്തും ഉണ്ട്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തല്ല എന്ത് കിടക്കുന്നത്? സിംഗിൾ ബോണ്ട്. അത് കാരണം നമ്മളിവിടെ പൊസിഷൻ പറയണോ? വേണ്ട. ബ്യൂട്ട് എന്നത് വേർഡ് റൂട്ടും ആ വേർഡ് റൂട്ടിന്റെ കൂടെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ ഏത് വാക്കും ചേർക്കുന്നു? ANE എന്ന വാക്കും കൂടെ ചേർക്കുന്നു. ഇപ്പൊ നമുക്ക് കിട്ടിയ പേരെന്താ? ബ്യൂട്ടും ANE. ഇതിൽ IUPAC ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഒരാളിന്റെ പേരല്ല എഴുതുന്നത്, അപ്പൊ ഇച്ചിരി ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ? അതുകൊണ്ട് നമ്മൾ എഴുതുന്ന ഫസ്റ്റ് ലെറ്റർ മാത്രം എന്താക്കി കൊടുക്കണം? ക്യാപിറ്റൽ ആക്കി കൊടുക്കണം. അതായത് ഒരാളുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന, IUPAC നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾവേസ് വിത്തിനെ ക്യാപിറ്റൽ ലെറ്റർ. എപ്പോഴും IUPACയുടെ നെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്തിലാണ്? ഒരു ക്യാപിറ്റൽ ലെറ്ററിലാണ്. അതുകൊണ്ട് നമ്മുടെ സ്റ്റാർട്ടിങ് ഇതല്ലേ, ആ ഇരിക്കുന്ന B ഞാനങ്ങ് എന്താക്കി കൊടുക്കുന്നു? ക്യാപിറ്റൽ ആക്കി കൊടുക്കുന്നു. അപ്പൊ ആളുടെ പേരെന്താണ്? ബ്യൂട്ടൈൻ. ഡബിൾ ബോണ്ട് വന്നാലും ട്രിപ്പിൾ ബോണ്ട് വന്നാലും സിംഗിൾ ബോണ്ട് വന്നാലും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡബിളിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ഇത് ഡബിൾ ബോണ്ട് അല്ലേ? ഇതൊരു ആൽക്കീൻ അല്ലേ? അപ്പൊ ഇതിൽ എത്ര കാർബണാ ഉള്ളത്? 1, 2, 3, 4, 5 വരുമ്പോൾ നമ്മൾ എന്തെന്നാ വിളിക്കേണ്ടേ? 5 വരുമ്പോൾ നമ്മൾ വിളിക്കേണ്ട പേര് പെന്റ് എന്നാണ്. ഞാൻ ആദ്യമേ ഫസ്റ്റ് ലെറ്റർ എന്തിട്ടിട്ടുണ്ട്? ക്യാപിറ്റൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, 5 വരുന്നത് എന്തെന്നാണ്? പെന്റ്. ഫസ്റ്റ് ലെറ്റർ മാത്രമേ ക്യാപിറ്റൽ വരാവൂ. ഇനി ഇതിന്റെ കൂടെ എന്തുകൂടെ ഉണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? ഈ ഡബിൾ ബോണ്ട് എല്ലായിടത്തും ഉണ്ടോ? നമ്മൾ നേരത്തെ സിംഗിൾ ബോണ്ട് പറഞ്ഞു എല്ലായിടത്തും സിംഗിൾ ആണെന്ന്. അതുപോലെയാണോ ഡബിൾ? അല്ല, അതൊരു സ്പെസിഫിക് സ്ഥലത്തല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഡബിൾ ബോണ്ട് വന്നത് കൊണ്ട് എന്താ കൊടുക്കേണ്ടത്? ENE കൊടുക്കണം. പക്ഷെ ENE എല്ലായിടത്തും വന്നിട്ടുണ്ടോ? ഇല്ല, ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്തുകൂടി പറയണം? അതേത് സ്ഥലമാണ്, അതേത് പൊസിഷൻ ആണെന്ന് കൂടെ പറയണം. അപ്പൊ പൊസിഷൻ പറയാൻ വേണ്ടി ഞാൻ കുറച്ച് സ്ഥലം വിട്ടിട്ട്, ഡബിൾ ബോണ്ട് അല്ലേ, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കുന്നു? ENE എന്ന് കൊടുത്തു. ഇനി പൊസിഷൻ പറയണ്ടേ? നോക്കാം. നിങ്ങൾ നോക്കിയേ, പൊസിഷനിൽ എവിടെയാ വന്നേക്കണേ? നമ്മൾ സാധാരണ എപ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ നോക്കാറ്. എന്നാൽ IUPAC പറയുന്നു, നിങ്ങൾ പൊസിഷൻ നോക്കുന്ന സമയത്ത് ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് നോക്കണം, റൈറ്റിന്ന് ലെഫ്റ്റിലോട്ട് നോക്കണം. ഓക്കെ, രണ്ടും നോക്കിയിട്ട് ഏതാണോ ലീസ്റ്റ് നമ്പർ അത് വേണം നമ്മൾ ക്യാരി ചെയ്യേണ്ടത്. തുടങ്ങാം. അപ്പം നമ്മൾ ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട്, ഈ ഡയറക്ഷനിലോട്ട്, ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തോട്ട് നമ്മൾ നോക്കാൻ പോവുകയാണേ. ഇത് എത്രാമത്തെ കാർബണാ? 1ാമത്തെ കാർബൺ. ഇത് എത്രാമത്തെ കാർബൺ? നമ്മൾ കാർബണിനാണ് നമ്പർ കൊടുക്കേണ്ടത്. ഇത് 1ാമത്തെ കാർബൺ. ഈ 1ാമത്തെ കാർബണിനെ തൊട്ടുകൊണ്ട് നിങ്ങൾ ഡബിൾ ബോണ്ട് കണ്ടോ? അതായത് ഈ 1ാമത്തെ കാർബണിന്റെ അടുത്താണോ ഡബിൾ ബോണ്ട് കിടക്കുന്നേ? അല്ല. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇത് എത്രാമത്തെ കാർബൺ? 2ാമത്തെ കാർബൺ. ഈ 2ാമത്തെ കാർബണിനെ തൊട്ടിട്ടാണോ ഡബിൾ ബോണ്ട് കിടക്കുന്നേ? ആണല്ലേ. അതായത് 2ാമത്തെ കാർബണിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഡബിൾ ബോണ്ട് മേലോ താഴെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അതായത് 2ാമത്തെ കാർബണിനെ ചുറ്റിയിട്ട് ഡബിൾ ബോണ്ട് കാണുന്നുണ്ടോ? നമ്മൾ ഉണ്ട്, കണ്ടോ? ഇങ്ങോട്ട് എണ്ണിയപ്പോ 2ാമത്തെ കാർബണിന്റെ അടുത്ത് വെച്ച് നമ്മൾ എന്ത് കണ്ടു? ഡബിൾ ബോണ്ട് കണ്ടു. ഓക്കെ, അപ്പോൾ ഒരു ഡബിൾ ബോണ്ടേ ഉള്ളൂ. ആ ഒരു ഡബിൾ ബോണ്ടിനെ നമ്മൾ എവിടെ വെച്ച് കണ്ടു? 2ൽ വെച്ച് കണ്ടു. എവിടെ വെച്ചാ? ഈ ഡയറക്ഷനിൽ 2 വെച്ച് കണ്ടു. ഇതുപോലെ നമുക്ക് തിരിച്ച് റൈറ്റ് ടു ലെഫ്റ്റ് ഈ ഡയറക്ഷനിലോട്ട് നോക്കാം. ഇത് എത്രാമത്തെ കാർബണാ? 1ാമത്തെ കാർബൺ. 1ാമത്തെ കാർബണിൽ നിങ്ങൾ ഡബിൾ ബോണ്ട് കണ്ടോ? ഇല്ല.
ഇത് എത്രാമത്തെ കാർബൺ? രണ്ടാമത്തെ കാർബൺ. ഇവിടെ നിങ്ങൾ ഡബിൾ ബോണ്ടിനെ കണ്ടോ? അതിന്റെ രണ്ട് സൈഡിലും കണ്ടില്ല. ഇത് നെക്സ്റ്റ് മൂന്നാമത്തെ കാർബൺ. ഡബിൾ ബോണ്ട് കണ്ടോ? കണ്ടു. മൂന്നാമത്തെ കാർബണിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയപ്പോ മൂന്നാമത്തെ കാർബണിനെ തൊട്ടുകൊണ്ട് എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഈ ഡയറക്ഷനിൽ നമുക്ക് കിട്ടിയ പൊസിഷൻ ഏതാ? 3. അപ്പൊ ഈ ഡയറക്ഷനിൽ നമുക്ക് 2ഉം ഈ ഡയറക്ഷനിൽ 3ഉം. IUPAC എന്താ പറയണേ? ചെറുത് വേണം എടുക്കാൻ, ലീസ്റ്റ് വേണം എടുക്കാൻ. അപ്പൊ ഈ 2ആണോ 3ആണോ ചെറുത്? ഇതിലെ ലീസ്റ്റ് 2 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഡബിൾ ബോണ്ട് വന്നേക്കുന്നത് എവിടെയാണ്? 2ലാണ്. ഡബിൾ ബോണ്ട് അല്ലേ? ഡബിൾ ബോണ്ടിനെ അല്ലേ നമ്മൾ ഇ എന്ന് എഴുതിയത്? അപ്പൊ ENE വന്നേക്കുന്നത് എവിടെയാണ്? ENE വന്നേക്കുന്നത് എവിടെയാണ്? 2ലാണ്. 2ലാണ് എന്ന് ആളുടെ മുന്നേ എഴുതും. അപ്പൊ എന്താ പേര്? പെന്റ് 2E. നമുക്കൊക്കെ അറിയാം ഇത് ഇംഗ്ലീഷ് ലെറ്റർ അല്ലേ? ഇത് മാത്സ് നമ്പറും. ഇംഗ്ലീഷും മാത്സിനും പരസ്പരം ഇഷ്ടമില്ല എന്നങ്ങ് വിചാരിച്ചോ? അപ്പൊ ഇംഗ്ലീഷിന് മാത്സിന് ഇഷ്ടമില്ല, മാത്സിന് ഇംഗ്ലീഷിന് ഇഷ്ടമില്ല. അതായത് IUPAC പറയുന്നു, ഒരു ലെറ്ററും ഒരു നമ്പറും അടുത്തടുത്ത് വരികയാണെങ്കിൽ ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ നടുക്കോട്ട് ചെറിയൊരു വര കൊടുക്കണം. അതിനെന്തെന്നാ വിളിക്കുന്നത്? ഹൈഫൺ എന്നാ വിളിക്കുന്നത്. ദെൻ ഇതുപോലെ വേറെ ഉണ്ടോ? ഉണ്ട്. ദാ കാണുന്നു നമ്പർ, ദാ കാണുന്നു ലെറ്റർ. അപ്പൊ നമ്പറിനെയും ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? ചെറിയൊരു ഹൈഫൺ കൊടുക്കും. നമ്മുടെ പേരായി. നമ്മുടെ കോമ്പൗണ്ടിന്റെ പേരാണ് പെന്റ് 2E. 5 കാർബൺ ഉള്ളത് കാരണം നമ്മൾ പെന്റ് എന്ന റൂട്ട് വേർഡ് കൊടുക്കുന്നു. ഇനി ഡബിൾ ബോണ്ട് ആയത് കാരണം ENE കൊടുക്കുന്നു. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നോക്കിയപ്പോൾ ചെറിയ നമ്പറായ 2 എടുക്കുന്നു. ആ 2ലാണ് ഡബിൾ ബോണ്ട് വന്നത്. ലെറ്റർ നമ്പർ ഹൈഫൺ, ലെറ്റർ നമ്പർ ഹൈഫൺ. ആളുടെ പേരെന്താണ്? പെന്റ് 2E. ദെൻ അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര കാർബണാ ഉള്ളത്? ഇത് ട്രിപ്പിൾ ബോണ്ട് ക്വസ്റ്റ്യൻ ആണ്. എത്ര കാർബണാ ഉള്ളത്? 3 കാർബൺ വരുമ്പോൾ നമ്മൾ സാധാരണ എന്ത് പേരിട്ടാ വിളിക്കാറ്? 3 വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന റൂട്ട് വേർഡ് എന്താണ്? പ്രൊപ്പ്. ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ. പ്രൊപ്പിന്റെ സ്പെല്ലിംഗ് ഒന്നും തെറ്റാൻ പാടില്ല. പ്രൊപ്പ്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് നോക്കും? ബോണ്ട് നോക്കൂല്ലേ? ബോണ്ട് എന്ത് ബോണ്ടാ? ട്രിപ്പിൾ ബോണ്ട്. എല്ലായിടത്തും ട്രിപ്പിൾ ആണോ? അല്ല, ഒരു പ്രത്യേക സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്താ കൊടുക്കാറ്? ട്രിപ്പിൾ ബോണ്ടിന് നമ്മൾ YNE. എന്തിനാ ഞാൻ കുറച്ച് സ്ഥലം വിട്ടിട്ട് YNE എഴുതിയത്? ഈ ട്രിപ്പിൾ ബോണ്ട് എവിടെ വന്നു അതിന്റെ പൊസിഷൻ നമുക്ക് ഇവിടെ എഴുതണ്ടേ? അപ്പൊ നമുക്ക് ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് നോക്കിയാലോ? ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് നോക്കിയാൽ ഇത് ഒന്നാമത്തെ കാർബൺ. ഒന്നാമത്തെ കാർബണിന്റെ അടുത്ത് വെച്ച് തന്നെ നിങ്ങൾ എന്ത് കണ്ടു? ട്രിപ്പിൾ ബോണ്ടിനെ കണ്ടു അല്ലെ? ഒന്നാമത്തെ കാർബണിനോട് ചേർന്നല്ലേ കിടക്കുന്നേ? അപ്പൊ എവിടെ വെച്ചേ കണ്ടു? 1ൽ വെച്ചേ കണ്ടു. ഓക്കെ. ദെൻ ഇങ്ങോട്ട് നമ്പർ ഇട്ടാലോ? ഇത് എത്രാമത്തെ കാർബൺ? ഒന്നാമത്തെ കാർബൺ. കണ്ടോ? ട്രിപ്പിൾ ബോണ്ടിനെ കണ്ടില്ല. ഇത് എത്രാമത്തെ കാർബൺ? രണ്ടാമത്തെ കാർബൺ. ട്രിപ്പിൾ ബോണ്ടിനെ കണ്ടോ? 2ൽ വെച്ച് ട്രിപ്പിൾ ബോണ്ടിനെ കണ്ടു. അപ്പൊ എവിടെയാ കണ്ടത്? 2ൽ കണ്ടു. ഏതാണ്? IUPAC പറയുന്നു ചെറിയ നമ്പർ എടുക്കണം. ഏതാണ് ചെറിയ നമ്പർ? 1ആണോ 2ആണോ? ലീസ്റ്റ് നമ്പർ 1 ആയതുകൊണ്ട് ചെറിയ നമ്പറായ 1നെ നമ്മൾ എവിടെ എഴുതും? ഇവിടെ എഴുതും. അതായത് ട്രിപ്പിൾ ബോണ്ടിന്റെ ഫ്രണ്ടിൽ എഴുതും. ലെറ്ററും നമ്പറും പരസ്പരം അടുത്തടുത്ത് വരാൻ പാടുണ്ടോ? സെപ്പറേറ്റ് ചെയ്യാൻ എന്ത് കൊടുത്തു? ഹൈഫൺ. ലെറ്റർ നമ്പർ സെപ്പറേറ്റ് ചെയ്യാൻ ഹൈഫൺ കൊടുത്തു. എന്താണ് പേര്? പ്രൊപ്പ് 1I. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 അവിടെ ഇല്ല എങ്കിലും നമുക്കറിയാം അവിടെ ആരാ ഉള്ളത്? 1 ഉള്ളത്. അപ്പോൾ 1 വരുമ്പോൾ മാത്രമോ നമുക്ക് പ്രൊപ്പ് 1I എഴുതുന്നതിന് പകരം എന്തെന്ന് എഴുതാം? പ്രൊപ്പ് 1 എഴുതാതെ ഐനെ ചേർത്ത് എഴുതാം. പ്രൊപ്പൈൻ. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഇത്തരത്തിലാണ് എന്ത് ചെയ്യാറുള്ളത്? ആൾക്ക് പേര് കൊടുക്കാറുള്ളത്. എങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? 3 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മുന്നിലുള്ളത്. നമുക്ക് ആദ്യം സിംഗിൾ ബോണ്ട് ചെയ്ത് നോക്കിയാലോ? സിംഗിൾ ബോണ്ട്. ഈ ക്വസ്റ്റ്യനിൽ എത്ര കാർബണാ ഉള്ളത്? 1, 2, 3, 4, 5, 6. 6 വരുമ്പോൾ നമ്മൾ എന്ത് പേരാ കൊടുക്കേണ്ടത്? 6 വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട പേര് ഹെക്സ് എന്നാണ്. പക്ഷെ ഹെക്സിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ എന്ത് കൊടുക്കും? ക്യാപിറ്റൽ കൊടുക്കും. അപ്പൊ എന്താണ് പേര്? ഹെക്സ്. ഇനി എന്ത് ബോണ്ടാണ്? സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് സ്ഥലം പറയണോ? ഇന്നടത്താ വന്നേക്കണേന്ന്? അല്ല, എല്ലായിടത്തും വന്നിട്ടുണ്ട്. അപ്പൊ പൊസിഷൻ പറയേണ്ട കാര്യമുണ്ടോ? വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കൂടെ ഒരു വാല് കൂടെ ചേർക്കാം അല്ലെ? നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ അവസാനം ചേർത്താൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സഫിക്സ്. സഫിക്സ് ആദ്യം ചേർക്കുകയാണെങ്കിൽ പ്രിഫിക്സ് എന്ന് പറയും. വേർഡ് റൂട്ടായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ഹെക്സ് കൊടുത്തു. അപ്പൊ അതിന്റെ കൂടെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ സഫിക്സ് ആയിട്ട് ഏത് വാക്കാ ചേർക്കുന്നേ? ANE. ഇവിടെ നമ്മൾ പൊസിഷൻ മെൻഷൻ ചെയ്യണോ? വേണ്ട. അപ്പൊ ആളുടെ പേരെന്താണ്? ഹെക്സേൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? എത്ര കാർബൺ ഉണ്ട്? 1, 2, 3. 3 വരുമ്പോൾ എന്താ പേര്? 3 വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേര് പ്രൊപ്പ്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുത്തു. ആളുടെ പേരെന്താണ്? പ്രൊപ്പ്. എന്ത് ബോണ്ടാണ്? ഡബിൾ ബോണ്ട്. എല്ലായിടത്തും വന്നിട്ടുണ്ടോ? ഇല്ല, സ്പെസിഫിക് അല്ലേ? അപ്പൊ നമ്മൾ പൊസിഷൻ പറയണ്ടേ? പൊസിഷൻ പറയണം. നോക്കിയേ, ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണി നോക്കിയേ. ഇത് എത്രാമത്തെ കാർബൺ? 1. ഒന്നാമത്തെ കാർബണിൽ തന്നെ നമ്മൾ എന്തിനെ കണ്ടു? ഡബിൾ ബോണ്ടിനെ കണ്ടു. അപ്പോൾ ഒരു ഡബിൾ ബോണ്ടല്ലേ ഉള്ളൂ. ആളെ നമ്മൾ എവിടെ വെച്ചേ കണ്ടു? 1ൽ വെച്ചേ കണ്ടു. അപ്പൊ ആളുടെ പൊസിഷൻ 1ലാണ്. ദെൻ ഈ സൈഡിലോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ
ഒന്നാമത്തെ കാർബണിൽ കണ്ടോ? ഇല്ല. രണ്ടാമത്തെ കാർബണിൽ നിങ്ങൾ കണ്ടോ? ആ രണ്ടാമത്തെ കാർബണിൽ നിങ്ങൾ കണ്ടു അല്ലേ? അപ്പോ 2. IUPAC പറയുന്നു നമ്മൾ എന്തെടുക്കണം? ലീസ്റ്റ് എടുക്കണം. ഈ 1 2 ലീസ്റ്റ് ചെറുത്? 1. അപ്പൊ നമ്മൾ എന്തെടുക്കും? 1 എടുക്കും. ഇനി എന്ത് ബോണ്ടിനെയാണ് നിങ്ങൾ കണ്ടത്? ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് കൊടുക്കും? ENE. ഇനി എന്ത് വേണം? ലെറ്റർ നമ്പർ ഹൈഫൻ വേണം. ലെറ്റർ നമ്പർ ഹൈഫൻ വേണം. അപ്പൊ പേരെന്താണ്? പ്രൊപ്പ് 1E. 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 ഇല്ലാതെ എഴുതാം. 1 ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 1 ഇല്ലാതെ പ്രൊപ്പ് ഈ ഒരുമിച്ച് എഴുതും. ഇനി 1 പകരം ഇവിടെ 2 3 1 ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 1 മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പം കോമ്പൗണ്ടിന്റെ പേര് പ്രൊപ്പീൻ, പ്രൊപ്പ് 1E. നമ്മൾ അടുത്ത കോമ്പൗണ്ടിലോട്ട് പോകുകയാണേ. കാർബൺ എണ്ണു അല്ലേ? കാർബൺ എണ്ണീട്ട് റൂട്ട് വേർഡ് പറഞ്ഞേ. 1 2 3 4 ആയതുകൊണ്ട് ബ്യൂട്ട് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ തുടങ്ങി. ദെൻ അടുത്ത് നമ്മൾ പൊസിഷൻ നോക്കൂല്ലേ? ട്രിപ്പിൾ ബോണ്ട് എല്ലായിടത്തും വന്നോ? ഇങ്ങോട്ട് എണ്ണിയപ്പോ ഏതിലാ വന്നത്? 3 വന്നത്. ഇങ്ങോട്ട് എണ്ണിയപ്പോഴോ 1 വന്നത്. അപ്പൊ ചെറിയ നമ്പർ എടുക്കൂല്ലേ? ചെറിയ നമ്പർ 1 എടുത്തു. ഇനി എന്താ ചെയ്തത്? ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE. അപ്പൊ പേരെന്താണ്? ബ്യൂട്ട് 1 അയിൻ. 1 ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? ബ്യൂട്ട് അയിൻ. ഈ കോമ്പൗണ്ടിന്റെ പേര് കൊടുത്താലോ? ആദ്യം കാർബൺ അല്ലേ എണ്ണേണ്ടത്? എനിക്കോ വേർഡ് റൂട്ട് പറഞ്ഞേ. 1 2 3 4 5 6 ആണ്. 6 കാർബൺ ഉണ്ടെങ്കിൽ പേരെന്താ? ഹെക്സ്. ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി ക്യാപിറ്റൽ ഹെക്സ്. സ്പെല്ലിംഗ് ഇതാണ്. ഇനി എന്തുണ്ട്? ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് പറയണം? പൊസിഷൻ പറയണം. ഇങ്ങോട്ട് ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 1 വന്നോ? ഇല്ല. രണ്ടാമത്തെ കാർബണിലുണ്ടോ? ഇല്ല. മൂന്നാമത്തെ കാർബണിലുണ്ടോ? ഉണ്ട്. എവിടെ വെച്ചാ കണ്ടത്? 3 വെച്ചാ കണ്ടത്. 3 കണ്ടത്. ദെൻ ഈ ഡയറക്ഷനിലോട്ട് നോക്കിയാൽ ഒന്നാമത്തെ കാർബണിന്റെ അടുത്ത് ട്രിപ്പിൾ ഉണ്ടോ? ഇല്ല. രണ്ടാമത്തെ കാർബണിൽ ട്രിപ്പിൾ ഉണ്ടോ? ഇല്ല. മൂന്നാമത്തെ കാർബണിൽ ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഡയറക്ഷനിൽ 3, ഈ ഡയറക്ഷനിൽ 3. ഏതാ ലിസ്റ്റ് നമ്പർ? 3 ഉണ്ട്. ലിസ്റ്റ് ഏതാ? 3 തന്നെയാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എടുക്കാം. അപ്പൊ 3 എന്ത് വന്നത്? ട്രിപ്പിൾ ബോണ്ട് വന്നത്. ആരാ വന്നത്? ട്രിപ്പിളിന്റെ സഫിക്സ് എന്താ? ട്രിപ്പിളിന്റെ വാലായിട്ട് സഫിക്സ് ആയിട്ട് ഇങ്ങനെ അവസാനം എഴുതുന്നതിന് നമ്മൾ എന്തെന്നാ പറയുന്നത്? സഫിക്സ്. വാലായിട്ട് എഴുതേണ്ട വാക്ക് എന്താ? YNE. ഇനി എന്ത് വേണം? ലെറ്റർ നമ്പർ ഹൈഫൻ. ലെറ്റർ നമ്പർ ഹൈഫൻ. പേരെന്താ? ഹെക്സ് 3 അയിൻ. 3 ഇല്ലാണ്ട് ചേർത്ത് എഴുതാൻ പാടുണ്ടോ? ഇല്ല. 1 വരുമ്പോൾ മാത്രമേ അത് ചെയ്യാവൂ. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഈ 2 ക്വസ്റ്റ്യൻ്റെയും ഉത്തരം എന്തായിരിക്കുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ.